ശ്രീ മുഹമ്മദ് ഷമാസ്, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കുട്ടി സഖാവിന്റെ മുൻപിൽ പോലീസ് പെട്ടുപോയി എന്ന് ആലങ്കാരികമായി പറയാം. കാരണം KSU നേതാക്കൾ കാട്ടിക്കൊടുക്കുന്നുണ്ട്. 6ാം പ്രതിയാണ് ഈ കലോത്സവ അടിയുമായി ബന്ധപ്പെട്ട്, തല്ലുമായി ബന്ധപ്പെട്ട്. അപ്പോൾ പോലീസിനെ സംബന്ധിച്ചോളം തികഞ്ഞ ജാഗ്രത കുറവുണ്ടായി. ഈ സംഭവത്തിൽ KSU ആരോപിക്കുന്നത് പോലീസ് രക്ഷപ്പെടുത്തി എന്നാണ്. താങ്കൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ? തീർച്ചയായും അങ്ങനെ തന്നെ വേണമല്ലോ. ദൃശ്യങ്ങൾ സഹിതമാണല്ലോ ഞങ്ങൾ ഈ വിഷയം ചൂണ്ടിക്കാണിക്കുന്നത്. വളരെ കൃത്യമായി ഈ കേസിലെ 6ാം പ്രതി ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി, ജാമ്യമില്ലാ വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തി പോലീസ് കേസെടുത്ത കേസിലെ പ്രതിയാണ് ഈ ഡീസോൺ കലോത്സവത്തിൽ ഈ പറഞ്ഞ 300ഓളം പോലീസുകാരുടെ ഉന്നതരായ ഉദ്യോഗസ്ഥർക്ക് മുന്നിലൂടെ ഞെളിഞ്ഞു നടക്കുന്ന സാഹചര്യം ഉണ്ടായത്. അത് ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് പ്രതി ഓടി രക്ഷപ്പെട്ടത്. പോലീസ് തന്നെ അതിന് ഒത്താശ ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം തുടക്കം മുതൽ ഈ വിഷയം ഉയർന്നു വന്ന ഘട്ടത്തിൽ തന്നെ പോലീസ് കേസെടുക്കാൻ ആദ്യം തയ്യാറായി. ഏകപക്ഷീയമായി KSU നേതാക്കൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ മാത്രം കേസെടുത്ത് അവരെ അറസ്റ്റ് ചെയ്യാനും അവരുടെ മുഴുവൻ ആളുകളുടെയും വീട്ടിൽ അർദ്ധരാത്രി എന്നോ വീടുകളിൽ കുടുംബാംഗങ്ങൾ ഉണ്ടോ എന്നോ ഒരു മര്യാദയും പാലിക്കാതെ വീട്ടിൽ റെയ്ഡ് ഉൾപ്പെടെ നടന്ന സാഹചര്യം ഉണ്ടായി. ആ ഘട്ടത്തിലാണ് KSU നേതാക്കളെ റിമാൻഡിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായത്. അതിന് നേതൃത്വം വഹിച്ച സമാനമായ രീതിയിൽ അക്രമത്തിന് നേതൃത്വം നൽകിയ SFI നേതാക്കൾക്കെതിരെ കേസെടുക്കാൻ പോലും തയ്യാറായില്ല. വലിയ രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെയും വലിയ പ്രക്ഷോഭത്തിന്റെയും അടിസ്ഥാനത്തിനൊടുവിൽ കേസെടുക്കാൻ തയ്യാറായത്. കേസെടുത്തിട്ട് പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള അവസരം, അവർക്ക് ഒളിവിൽ കഴിയാനുള്ള സൗകര്യം ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. പോലീസ് മന്ദം പോവുകയാണ്. നമുക്കറിയാം, ഈ ജാമ്യമില്ലാ കുറ്റം ചുമത്തിയ ആളുകളെയൊക്കെ വളഞ്ഞിട്ട് പിടിക്കാൻ ശേഷിയുള്ള പോലീസാണ്. ഈ കുട്ടി സഖാവിന്റെ മുന്നിൽ സല്യൂട്ട് അടിച്ചില്ലെന്ന് മാത്രം. അത് അത്രേ ഉള്ളൂ. നിങ്ങൾ തന്നെ കാണുന്നുണ്ടല്ലോ, സാധാരണ അത് 300ഓളം പോലീസുകാർ ആ ക്യാമ്പസിൽ നിലനിൽക്കുകയാണ്. അത്രയും പോലീസുകാർക്കിടയിൽ ഒരു പ്രതി, പോലീസ് അന്വേഷിക്കുന്ന, പോലീസ് തന്നെ പറയാണ് ആ പ്രതിയെ പിടികിട്ടാനില്ല, ഒളിവിലാണെന്ന് പറയുന്ന ഒരു പ്രതിയാണ് ഇങ്ങനെ ചെരുപ്പൂരി ഓടുന്നത്. വളരെ രസകരമാണ് കാഴ്ച. എന്നിരുന്നാലും ഈ നാടിന്റെ നീതിന്യായ വ്യവസ്ഥയും പോലീസ് സംവിധാനമൊക്കെ എത്രത്തോളം പരിഹാസ്യമാവുകയാണ് എന്നുകൂടെ വിളിച്ചു വന്നൊരു സംഭവമായിട്ട് ഇത് മാറുകയാണ്. ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. ഞങ്ങൾ കഴിഞ്ഞ ദിവസം DIG ഓഫീസ് മാർച്ച് നടത്തിയപ്പോഴും സൂചിപ്പിച്ച കാര്യം ഇത് തന്നെയാണ്. പോലീസിന്റെ കൃത്യമായ ഒത്താശ പ്രതികൾക്കുണ്ടാകുന്നു. പാർട്ടിയുടെയും ഭരണത്തിന്റെയും സംരക്ഷണം ഏത് തോന്നിയവാസം കാണിച്ചാലും ഈ SFI നേതാക്കൾക്ക് ഉണ്ടാകുന്നു. അത് തന്നെയാണ് ഇവിടെയും പ്രകടമാകുന്നത്. ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ എവിടെ ഞങ്ങൾ കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വളരെ പരിഹാസ്യമായ രംഗങ്ങളാണ് ദൃശ്യങ്ങളിൽ തന്നെ കാണുന്നത്. എടാ നിക്കട അവിടെ എന്ന് പറയുമ്പോഴും പിന്തിരിഞ്ഞ് നോക്കിയിട്ട് വീണ്ടും ഓടുന്ന SFI നേതാവിനെ പരിഹാസത്തോടുകൂടെ തന്നെ ഞങ്ങൾ നോക്കി കാണുകയാണ്. എന്തു തന്നെ ആയാലും ഈ വിഷയത്തിൽ നീതിപൂർവമായ ഒരു ഇടപെടൽ പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല. അതുകൊണ്ട് കോടതി ഉൾപ്പെടെയുള്ള നീതിന്യായ വ്യവസ്ഥയിൽ ഞങ്ങൾ വിശ്വാസം ഉറപ്പിച്ച് മുന്നോട്ട് പോകും. ഇക്കാര്യത്തിൽ ഏകപക്ഷീയമായ പോലീസിന്റെ നടപടിയുള്ള അടുത്ത പ്രതിഷേധവും ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. സുഗമമായി വിദ്യാർത്ഥികളുടെ കലാസർഗാത്മക കഴിവുകളെ പരിപോഷിപ്പിക്കുന്ന ഒരു ഡീസോൺ കലോത്സവം അത് നന്ദി ശ്രീ മുഹമ്മദ് ഷമാസ് പ്രതികരിച്ചതിന്.